എല്ലാ പ്രതിസന്ധികളും സഹനങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും കർമ്മലമഠത്തിൽ സന്തോഷവും സംതൃപ്തിയോടുകൂടി ജീവിച്ച കൊച്ചുരേസ്യ അതിൻ്റെ രഹസ്യം പിന്നീട് വെളിപ്പെടുത്തുന്നു. നല്ല ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറ്റുന്നതും അവിടത്തേക്ക് പ്രസാദകരമായ ജീവിതത്തിൽ ആത്മബലി അർപ്പിക്കുന്നതുമാണ് എൻ്റെ ലക്ഷ്യം. സഹനമാണ് നമ്മുടെ ഏറ്റവും അമൂല്യമായ നിധി എന്ന് കരുതി അതിനെ അന്വേഷിക്കുമ്പോൾ അതിന് തന്നെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമായി തീരും. തൻ്റെ അനുജത്തിക്കുണ്ടായ സഹനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് സെലിൻ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ എഴുതി. അപ്രതീക്ഷിതവും അസാധാരണവുമായ ക്ലേശങ്ങളും സഹനങ്ങളും സഹിക്കുവാൻ കൊച്ചുത്രേസ്യയെ പ്രാപ്തിയാക്കിയത് ആത്മാക്കളോടുള്ള സ്നേഹമായിരുന്നു. ഈ വേദനകളും സഹനങ്ങളും അവളെ നാഥനായ യേശുവിനോട് ബന്ധിച്ച് അങ്ങനെ രക്ഷാരഹസ്യത്തിൽ അവിടത്തോടുകൂടി ഭാഗവാക്കാക്കുന്നതിനും അവൾക്ക് കഴിഞ്ഞു. 1896 ഓഗസ്റ്റിൽ കർമ്മലമഠത്തിൽ നിന്നും മിഷണറിമാർ പുറപ്പെടുമ്പോൾ തൻ്റെ ചേച്ചി ആഗ്നസ് അമ്മയും പോകുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ കൊച്ചുത്രേസ്യയ്ക്ക് വളരെ വിഷമം തോന്നിയെങ്കിലും ദൈവത്തിരുമനസ്സ് എന്തോ അത് നടക്കട്ടെ എന്ന് അവൾ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തെ പ്രതി ഞാൻ സമസ്തവും സമ്മതിക്കുന്നു. അവിടുന്ന് തിരുമനസ്സാകുന്ന പക്ഷം വിഷാദത്തിൽ മരിക്കുവോളം ഞാൻ സഹിച്ചുകൊള്ളാം. ജീവിതത്തിലെ അവസാന നിമിഷം വരെ സഹിക്കുവാൻ തയ്യാറായ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ പൂർത്തിയായതും സഹനത്തിലൂടെയായിരുന്നു. എനിക്കുള്ളതും എനിക്ക് കിട്ടുന്നതും എല്ലാം തിരുസഭയ്ക്കും ആത്മാക്കൾക്കുമുള്ളതത്രേ എന്നവൾ പറയുമായിരുന്നു. അവളുടെ ജീവിതകാലം മുഴുവൻ പാപികളെക്കുറിച്ചും ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ഫലപ്രദമായ സഹനം അവർക്ക് വേണ്ടി യേശുവിൻ്റെ കുരിശിലെ സഹനത്തോടൊപ്പം കാഴ്ചവെച്ചു. അങ്ങനെ ലോകമഹാസമുദ്രത്തിലെ കൊടുങ്കാറ്റിലൂടെ കൊച്ചുത്രേസ്യയുടെ ജീവിതമാകുന്ന ചെറുതോണി നിത്യതയുടെ തീരമണഞ്ഞു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.